അപ്പൊ പോട്ടെ. മിക്കവാറും ബല്ലേബ് വരുമോ? ഏ ബല്ലേബ് വരുമോ? മറ്റേ കസിമേരൊന്ന് പോയി കിട്ടിയ ഞാൻ ഓന് നല്ല സാലറി നിൽക്കും, അങ്ങ് പോവാത്തതാണ് ഒന്നാമത്. ഓനങ്ങനെ ഓന് പിടിച്ചു. പോണൊക്കെ അങ്ങോട്ടേക്കാരം. നിങ്ങള് കളിപ്പിക്കണ്ടല്ലോ എല്ലാ കളി ഓനെ. ഞാൻ പൈസ കൊടുക്കണേന് പട്ടിപണി ഇപ്പൊ അങ്ങനെ എടുപ്പിച്ചില്ലേ? തന്നെ കുറ്റം പറഞ്ഞ് കളിപ്പിച്ച് ചോദിച്ചും അതങ്ങനെ ആ ഒരു സ്വഭാവമാണ്. പ്രീ സീസണില് പിന്നെ ഒരു മിനിറ്റ് കൊടുക്കണ്ടേ അവന്റെ മാച്ച് ഫിറ്റ്നസിന് വേണ്ടിട്ട്. പ്രീമിയർ ലീഗിൽ കൊടുക്കും. ഒരു 7 മിനിറ്റ് ഒക്കെ മാച്ച് ഫിറ്റ്നസിന് വേണ്ടി കൊടുക്കും അല്ലേ? മിഡ്ഫീൽഡ് ആരാ ഇറങ്ങാൻ വെച്ചാൽ അതാ പേടി. മിഡ്ഫീൽഡ് ആണ് പേടി ആകെ. അത് സ്ട്രോങ് ആണെങ്കിൽ കുഴപ്പമില്ല. ബ്രൂൺ എന്തായാലും സെൻട്രൽ മിഡ് ബ്രൂൺ ആവില്ലേ, അറ്റാക്കിംഗ് മിഡിലല്ലോ. സെൻട്രൽ സെൻട്രൽ മിഡ് ഉണ്ടാവും, ആണോ? അറ്റാക്കിംഗ് ആവില്ല. ഡോർഗുന്റെ അവിടെയാണോ കളിക്കുന്നത്? ഫാൾസ് നയൻ ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നത്. ഏത് ചെസ്കോ സെക്കൻഡ് ഹാഫിൽ വരാൻ ചാൻസ്, ഫസ്റ്റ് ഹാഫിൽ കളിക്കാതെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങാൻ ചാൻസ്. ചെസ്കോ ഫിസിക്കലി ചെസ്കോ സെറ്റ് എന്ന് പറഞ്ഞ ഫിസിക്കലി സെറ്റ് എന്ന് പറഞ്ഞേ. ടാക്ടിക്കലി സെറ്റ് അതിന് അല്ലെന്നാ. അല്ല, കുഞ്ഞി റെഡി ടു പ്ലേ ബട്ട് വി വിൽ സീ ടുമോറോ അങ്ങനത്തെ പറഞ്ഞു. ഉണ്ടാവും, മുല്ലായിരിക്കൊന്നുമില്ല. ഒരു രണ്ട് മൂന്നെണ്ണം കൊടുത്ത ആസനം പൊട്ടിച്ച്. എന്തൊരു പൊന്നാട്ടെ. ഗെയിം വീക്ക് ആണ് ഈ പ്രീമിയർ ലീഗ് ആണ് തുടങ്ങിയിട്ട് ആവേശം. നസറിൽ പൊട്ടിക്കണം. ക്യാപ്റ്റൻ അപ്പൊ ഓന്റെ ക്യാപ്റ്റൻ സ്ഥലം പൊന്നാവട്ടെ. 4 3 വേണം, ഒന്ന് കൊടുത്താൽ മതി. 0-0 കിട്ടിയാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. സമയം കിട്ടിയാൽ തന്നെ. അങ്ങനെ ഒന്നും നടക്കൂലേ? 2 ക്ലീൻ ഷീറ്റ് ആണ് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി. സമനില കഴിക്കാൻ അങ്ങനെ വെള്ളിക്കണ്ടല്ലോ, ക്ലീൻ ഷീറ്റ് ഒക്കെ വരും. മറിയ 1-0 അങ്ങനല്ലേ കാണാണ്ട് കറക്റ്റ് അറിയില്ല. എല്ലാവരും ടീം നിഷാദ് നൈസായിട്ട് അങ്ങ് ടീം സെറ്റ് ആക്കിയപ്പോ. ഞാൻ റിച്ചിനെ എടുത്തു, അല്ല അപ്പൊ എന്താ ചെയ്യാ? എടുക്കല്ലേ, ഒറ്റ മാത്രമേ ഉള്ളൂ. ഇവിടെ കളിക്കണേല് 33% ആൾക്കാർ അതിലുണ്ട്. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ. എനിക്കറിയോ ഇനി കളി കഴിഞ്ഞിട്ട് എന്റെ ടീമില്ലാത്ത പോയിന്റ് വരുമ്പോ പറയരുത് കേട്ടോ. ഓനെ കൊടുന്നീന് പറയരുത് കേട്ടോ. ഇത് എല്ലാരും അത് കൊടുക്കുന്നു. പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എഫ് പി എൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഇന്ത്യയിൽ വന്ന് പോയിക്കണേ. അതാ പറഞ്ഞേ, ഇജ പറയും പറയാ, ഇജെല്ലാരും കൂടുന്നു യോജിക്കും. കാരണം എല്ലാരും വാങ്ങിക്കുന്നല്ലേ. ആകെ 30 ടീമിൽ ആകെ ഒരു 10-500 പ്ലെയർ ഉണ്ട്. എല്ലാരും വാങ്ങിയിട്ടുണ്ടാവും. എല്ലാരും വാങ്ങിക്കാണ്ട് കിങ് അടക്കം വന്ന് പോയതാണ് ഇവിടെ. ഒന്ന് കൂടും. ഒരു പേര് കേട്ട ടീം കിട്ടും. ഒരു ചൊറുക്കുണ്ടോ നോക്കും, ചൊറുക്കില്ലെങ്കിൽ വിൽക്കുക, ചൊറുക്കുണ്ടെങ്കിൽ വിൽക്കുക. തുർക്കിന്റെ ഒരു വീക്ക് തൽക്കാലം അങ്ങോട്ട് പോട്ടപ്പ. അങ്ങനെ ഒരു വീക്കല്ലേ ഹാളൻഡ് ഇല്ലാതെ പോട്ടെ. ആളില്ലാതല്ലേ, അപ്പൊ ആളുണ്ട് ഉറപ്പായി. തൊട്ടൊക്കെ ഇട്ടോ. ഇപ്പൊ പറഞ്ഞ ഓനിപ്പോ ടീം അയച്ചില്ല. ടീമിൽ ചിലപ്പോ 9 പ്ലേയേഴ്സ് വഴി ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോ. നിഷുവിന്റെ അതന്നെ ഇവിടെ ഇന്ന വിഷയത്തിൽ ഓനെ നമ്പാൻ പറ്റില്ല. അതെ, ഞാൻ ഇപ്പൊ ലാസ്റ്റ് സമയത്ത് സ്ക്രീൻഷോട്ട് അടിച്ച് ബ്ലഫ് വിളിച്ചോ? ഒരു ബ്ലഫും വിളിച്ചില്ല. നമ്മള് ഉള്ളത് പോലെ പറഞ്ഞിട്ടേ കളിക്കുള്ളൂ. ഞാൻ എന്റെ ടീമിനെ ഞാൻ 11 കാണിച്ചു കൊടുത്താണല്ലോ രാവിലെ. അത് ഉച്ചക്കൊക്കെ ഇതിപ്പോ നമ്മള് ഫോൺ അടിച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുള്ളൂ, 3/4 മണിക്കൂർ. അതിനൊരു 2 ടീം അയച്ചു പോയി. വേറെ വേറെ ഞാൻ രാവിലെ നീച്ചുമ്പോ അലാറം അടിച്ചാണ് ഫോൺ എടുക്കാൻ 3 ടീം വന്നിട്ടുണ്ടാവും എനിക്ക് സ്ക്രീൻഷോട്ട്. അത് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് എത്തുമ്പോൾ വീണ്ടും 2 എണ്ണം. പിന്നെ ഓഫീസിലെത്ത് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ വീണ്ടും 2. 10 ടീമൊക്കെ ഒരു ദിവസം വരിക. ഞാൻ വെറുതെ അവന്റെ വാട്സപ്പിൽ മീഡിയ എടുത്ത് നോക്കിയ ഫുള്ള് തന്നെ സ്ക്രീൻഷോട്ട് അങ്ങനെ നിരത്തി. അവിടെ വർക്ക് ചെയ്യുമ്പോ ഒരു ടാബിലെത്തല്ലേ അങ്ങനെ അതാണ് ഒരു ടാബിൽ ഒരു ടാബിൽ യൂട്യൂബിൽ വീഡിയോ അത് എടുത്ത് ഇങ്ങനെ കാണുക, എന്നിട്ട് അതിലനുസരിച്ച് മാറ്റുക, സ്ക്രീൻഷോട്ട് വിടുക. ലാസ്റ്റ് ഒരു പൊട്ട ടീമായിട്ട് വരും. അതെ, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അത്രയൊക്കെ മതിയടാ, 2 ആഴ്ചക്ക് 2 ആഴ്ച. അല്ല, സീസൺ നിഷുവിനെ പ്രതീക്ഷ കാണുന്നുണ്ട്. ആഷിനായിട്ട് അങ്ങനെ ഒരു ചലഞ്ച് ചെയ്തോണ്ടേ. പ്രഗ്നന്റ് ആയതുകൊണ്ടേ
അപ്പൊ അതിൽ എനിക്ക് കഴിഞ്ഞ സീസൺ ഓർമ്മയുണ്ട്. ഞാൻ കഴിഞ്ഞ സീസണില് ഫൈനൽ ഗെയിം വീക്കിൽ നമ്മൾ സേതിനായിട്ട് ഇങ്ങനെ കട്ടക്ക് നിന്നപ്പോ ഞാൻ സാക്കനെ കൊടുന്ന് ക്യാപ്റ്റൻ, ഇവന് എന്ത് പറഞ്ഞിട്ടും വിശ്വാസമാണല്ല. ഡെഡ് ലൈൻ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടും അന്നെ നമ്പാൻ പറ്റില്ല, അന്റെ നമ്പാൻ പറ്റില്ല, എത്ര പറഞ്ഞിട്ടും അവന് വിശ്വാസമാണ്. ഞാൻ പഠിച്ച പാട്ട് മനുഷ്യ ഞാൻ സമയം കഴിഞ്ഞ് പറഞ്ഞു സാക്കിനെയും മറ്റേ ചങ്ങനെ കൊടുന്ന് ആരോ ഒരാൾ കൊടുന്ന് പറഞ്ഞു അവന് എങ്ങനെയായാലും വിശ്വാസമാണ്. എന്നിട്ട് അന്ന് എന്താ സാക്ക കളിച്ചില്ല അല്ലെ? ആ ലൈനപ്പ് ഞാൻ കാക്കനെ കൊടുന്ന ലൈനപ്പിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോ അന്ന നമ്പാൻ പറ്റിച്ച് വെറുതെ പറയണ അങ്ങനെയാണ്, സാക്കിന്റെ ക്യാപ്റ്റനാണ് ഒക്കെ മൂഞ്ചി എന്നൊക്കെ പറഞ്ഞു. അല്ല അപ്പൊ വൈസ് ക്യാപ്റ്റൻ ആരേനു? ആരും എനിക്ക് ഓർമ്മയില്ല. അന്ന് സലേകാരം തലേനോന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഫസ്റ്റ് മൈൻഡിൽ അന്ന് വന്നിന് സെമിനിയായിരുന്നു. സെമിനിയെ കൊടുക്കുന്ന ആ നായ ആട്രിക്ക് അടിച്ചിക്കണെന്ന്. ലാസ്റ്റ് കളി ഒരു വിശ്വാസമില്ലായിരുന്നു, പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഒഴിവാക്കി. നിക്കട്ടോ സെമിനിയാനോ കൊണ്ടട്ടെ ഉണ്ടോ ഒരാളെ പറഞ്ഞ അപ്പൊ കൊണ്ടുവരണം നമ്മള്. ലിവർപൂൾ എന്തായാലും അടിക്കും. ആൻഫീൽഡ് അല്ലേ, സിമ്പിളായി അടിക്കും. ഹാട്രിക്ക് 3-1 ഇനി ഒന്നുണ്ട്. ക്ലീൻ ഷീറ്റ് പോവും. എന്നിട്ടൊക്കെ അറ്റാക്കിംഗ് പ്ലെയറാണ് ഓന്. ശരിക്കും റൈറ്റ് വിങ്ങിൽ ഓനെ കളിക്കില്ല. സല വൈഡല്ലേ, സല കുറച്ച് ഉള്ളിലാണ് പിക്കർ വൈഡ് ഫ്രീ പോകാൻ. 3-1 ഞാൻ കാണുന്ന സ്കോർ. 3-1 അത് ഇവാനിൽസൺ ആയാ മതിയെന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും ലിവർപൂൾ അത്ര അങ്ങോട്ട് ഈസി ഫീച്ചേഴ്സ് നല്ലല്ലോ. അപ്പൊ പിന്നെ ഡിഫൻസിൽ ഞാൻ അങ്ങനെ കാണുന്നില്ല, എന്താ അറിയില്ല. ഞാനൊരു 4-0 5-0 കാണുന്നുണ്ട് ഇന്നാ പറയുമ്പോ വെറുതെ മനസ്സിൽ വെച്ചിട്ടുള്ള പറച്ചിലുമാണ് അറിയാം. പ്രീമിയർ ലീഗിൽ ഒരു ശരിക്കും ചാക്കയാണ് നല്ലതായിരിക്കും. ലിവർപൂൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, 5 കൊടുത്താണ് തുടങ്ങുന്നത്. തോറ്റ ക്ഷീണം മാറ്റണ്ടേ, കമ്മ്യൂണിറ്റി തോറ്റ്. എന്റെ പ്രതീക്ഷ ബേൺമൗത്തിനത് പ്രീ സീസൺ യുണൈറ്റഡ് വരെ 4 കൊടുക്കണം. അപ്പൊ ലിവർപൂൾ എത്ര കൊടുക്കുന്ന ആലോചിച്ചൂടെ എനിക്ക്. അതാ പറഞ്ഞേ. അത് പണ്ട് ചെൽസി വേൾഡ് കപ്പ് ഫൈനൽ അടിക്കാൻ പോയപ്പോ ഞാൻ കിട്ടുന്നത് എത്രത്തിന് തോൽക്കാൻ നോക്കിയാൽ മതി. അടിച്ചു കൂട്ടും, ലിവർപൂൾ അടിച്ചു കൂട്ടും. അത് ആൻഫീൽഡിലും നോയ്സ് കാര്യം ജോട്ടൊക്കെ വേണ്ടി കത്തി ജോട്ടൊക്കെ അതും ഉണ്ടാവും. ഗോൾ ഫുൾ ഡെഡിക്കേഷൻ ടു ജോട്ട്. ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ നാളും കഴിക്കാം. സെറ്റ് ആക്കി വെച്ചേക്കണേ. ഇനി ഇതിപ്പോ തൊടുന്ന പരിപാടിയില്ല. അവസാനത്തെ ടീമിൽ ക്യാപ്റ്റൻ ആരാ? സല അല്ലാതാരാ? നിഷോ എന്റെ മറ്റേ ഞാൻ നേരത്തെ അയച്ചില്ലേ ഉച്ചക്ക്. അവിടുന്ന് മാറിയില്ല. അത് നോക്കിക്കോ. പിന്നെ ഒന്ന് ആലോചിച്ചൊന്നുകൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഒന്നുകൂടെ ആലോചിച്ചോ. കിങ് മീസ് കിങ് അല്ലേ മത്സരം? കിങ്ങിന്റെ ടീമിൽ കിങ് ഇല്ലാതിരിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ, നാളെ രാവിലെ ഞാൻ നീച്ച് നോക്കുമ്പോ കിങ്ങിന്റെ ടീമിൽ കിങ് ഇല്ലാക്കട്ടെ. ബാക്കി അപ്പൊ ഒറ്റ വണ്ടി എടുത്ത് ഞാൻ വരും ഇവിടുന്ന്. അവസാന തീരുമാനം നിന്റേതായിരിക്കണം. ഒന്നില് ഇൻഫ്ലുവൻസ്ഡ് ആകാൻ പാടില്ല നമ്മള്. അതുകൊണ്ടാണല്ലോ ലാസ്റ്റ് എങ്ങനെ ആക്കി. എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്നോട് ആദ്യം മുതലേ പറയണം, പ്ലാൻ എ ഉണ്ട്, ബി ഉണ്ട്, കോണി ഉണ്ട് ഒരു സൈഡില് ചുറ്റി കരിവാൾ നക്ഷത്രം ഉണ്ട്. ഏതിനാ കുത്തേണ്ട തീരുമാനിച്ചില്ല. കുത്തിയിട്ട് വാജ് കുത്താന്നാ മതി. അതിനെന്താ കുത്തൂല. ആയിക്കോട്ടെ. എന്നാ എനിക്ക് തോന്നണേ വെച്ചാൽ താമരക്ക് പോയി കുത്തുന്നാ തോന്നണേ. അല്ലെങ്കിൽ പോക്കാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്റെ ടീമില്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാന്റോസ് എന്താ പറഞ്ഞു, പ്രീ സീസൺ കിട്ടിയിട്ടില്ല, ട്രെയിനിങ് ഒന്നും പോരാന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഇട്ടല്ല ഗ്രൂപ്പില് സാന്റോസ് അല്ല നോട്ടിംഗ്ഹാമിന്റെ വി ആർ വെരി ഫാർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ സീസണിന്റെ മാരിയല്ല. സ്ലോട്ട് തന്നെ പറഞ്ഞത് ലാസ്റ്റ് സീസണെ പോലെ ആവില്ല. ഓനല്ലേ കൂടുതൽ കിട്ടിയത്, ലിവർപൂളല്ലേ കൂടുതൽ പ്രീ സീസൺ കിട്ടിയത്, ചെൽസി സിറ്റിക്കൊക്കെ കിട്ടാത്ത. അതല്ല ഓൻ പറഞ്ഞത് പ്രീ സീസണിന്റെ അല്ല, ഓൻ പറയുന്നത് ഗെയിം വീക്ക്, അതായത് ഗെയിം സീസണ് എൻറ്റയർലി കഴിഞ്ഞ സീസൺ പോലെ ആവല്ല ലിവർപൂളിന്, ഡിഫിക്കൽട്ട് ആവും. ആൾക്കാർ പോലെ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, ഓൻ എങ്ങനെ കളിക്കണം നോക്കിയിട്ട് ഞാൻ വരാം. ഇന്ന് പറയേണ്ടതുണ്ടല്ലേ സൂപ്പർ കപ്പ് എന്നാ കഴിഞ്ഞോ? സമയം എന്താ നിങ്ങളൊക്കെ സെറ്റ് ആക്കി ഇരിക്കല്ലേ, ഞാൻ ഒന്നും ആക്കിയിട്ടില്ല.
ഞാൻ പറഞ്ഞടാ ഓട്ടോസിറ്റ് എടുത്തു ആടിനെ ക്യാപ്റ്റനാക്കി. 8:30 7 ഇല്ലേ 8:30 9:30 ഇവിടെ സമയം. ഉം. ഉം. 9:30 9:30 ആ. ഇവിടുത്തെ ഡെഡ്ലൈന് ഓനക്ക് നാട്ടിലെ 9:30. 11 അല്ലേ? ഉം. ഇത് സ്ഥലന്ന് ഓപ്പണിംഗ് മിസ്റ്ററിലും മൂഞ്ചി എന്നാ പിന്നെ ആ ഹാളിന്റെ കളി വരെ അതിൽ ഭയങ്കര കൂളായി നല്ല ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ ഗ്രൂപ്പിൽ എന്റെ കാണാൻ ആളുടെ ഭയങ്കര ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആ ആളുടെ ഇല്ല. ഓന് വിഡ്സ് ആണ്, വിഡ്സ് ആണ്. ഇത് വിർട്സ് ഉണ്ട്, ഹാളില്ല. മർമൂസ് ഉണ്ട്. ഇജ്ജ് സലി ആളുടെ കൂടെ ഇല്ലാതാക്കണേ ഞാൻ ആ 3000 റേറ്റിംഗും കൂട്ടായിരുന്നു. എന്നാ രണ്ടാളും കൂടെ കൂട്ട് ഇല്ലാതെ കളിക്കണ വെച്ചാ കൂട്ട്. സീസൺ ഫുള്ള് അങ്ങനെ കളിക്കാന്ന് വെച്ചാല് സലി ആളുണ്ടും ഇല്ല സലി ഇല്ലാന്ന് പറഞ്ഞാലേ പിന്നെ ആളുണ്ട് വരും, കുറച്ച് കഴിഞ്ഞ് വരും. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ മർമൂസ് ഈശാനോട് ഉണ്ട്, പറഞ്ഞേ മർമൂസ്. ഞാൻ സ്ഥലം ഇല്ലെങ്കിൽ 3000 പറഞ്ഞില്ല. ഇജ്ജ് ഓനോട് ഒരു ഓഫീസിൽ വരുമ്പോ ആളില്ലാതെ ഇറങ്ങി എന്റെ വക വേറെ സെപ്പറേറ്റ് തരം 2000. അപ്പൊ രണ്ടാളും ഇല്ലാതെ ഇറങ്ങുമോ? 5000 കിട്ടുന്ന രണ്ടാളും ഇല്ല ഇറക്കൂല. കാരണം എന്താ വെച്ചാല് ക്യാപ്റ്റൻ ആക്കാനോ ഒന്നെങ്കിൽ ആളുടെ ഒരു സ്ഥലമല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ പാമ്പനാക്കി ഇവിടെ അല്ല പാമ്പറിനാക്കുന്നതിനല്ല, പാമ്പറിനാക്ക സാക്കാക്ക ബുറൂണാക്ക, പക്ഷെ കണ്ടിന്യൂസ് വീക്കിലാക്കാൻ പറ്റില്ല. ഇങ്ങനെ മറ്റൊരാക്കുന്ന പോലെ പിന്നെ ആളുടെ കൈ പിക്ചർ നോക്കി എപ്പോഴേ ആക്കാനായിട്ടുള്ള അവര് കഴിഞ്ഞ സീസണിൽ ഇത് പുതിയ ഫ്രഷ് സ്റ്റാർട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് കണ്ടിച്ച്. അങ്ങനെയാണെങ്കിൽ എല്ലാരും നോക്കാലോ, അതൊരു കളി ആളെങ്കിൽ ഉള്ളൂ. അതെ, പക്ഷെ മറ്റോല് അങ്ങനെ എപ്പോഴും അങ്ങനെ അതേപോലെ ബല് തരുന്ന പോലെ തരുന്ന പ്ലേയേഴ്സ് അല്ലല്ലോ ഓല്. പാമറാണ് കൂടുതൽ പോയത് ആളിന്റെ കാട്ടി. ഇത് കഴിഞ്ഞ സീസൺ അല്ലേ? എന്നുവെച്ചാൽ പാമ്പറിന് ആയിക്കോ, ആ ഫുൾ സീസൺ പാമ്പറിന് അങ്ങ് ആയിക്കോ. ആക്കൂ വേണമെന്ന് വെച്ചാൽ ആക്കൂ. ഫുള്ളാക്കാൻ അവന് പറ്റൂല. അത് കഴിഞ്ഞ സീസണിലൊക്കെ ലാസ്റ്റ് വൻ മോശേനോ. ലാസ്റ്റിക്കൊന്നും മോശമില്ല, അവസാനം മിഡ് സീസണിൽ ഒന്ന് ഫ്ലോപ്പ്. കളി മോശമില്ലായിരുന്നു, സ്കോറിങ്ങും അതേപോലെ പോയിന്റ് തന്നെ മോശമായിക്കാണ്. അതന്നെ ഉദ്ദേശിച്ചേ. അതന്നെ പറഞ്ഞത്. പോയിന്റ് കാരണം ഇവിടെ ഓന് എങ്ങനെ കളിച്ചു എന്നുള്ള പ്രസക്തി ഇല്ല. കുറച്ചായിട്ട് ഗ്രൗണ്ടിലല്ല കളി. അങ്ങനെ നിന്ന് അവസാനം എന്തൊരു ലാസ്റ്റ് ഓനൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി പെനാൽറ്റി വന്നു, അതും മിസ്സായി അന്ന്. അതാ സമയത്താണ് പീക്ക് ടൈമിൽ. അതെ അതെ അതെ. നിങ്ങൾക്ക് ഒപ്പൂറും കിട്ടി, ക്ലബ് വേൾഡ് കപ്പ് അടിച്ചു. ഇനിയിപ്പോ ഏത് ടോപ്പൂറും ലീഗ് കിട്ടി, അടിക്കണം. ക്ലബ് വേൾഡ് കപ്പ് അടിച്ചു. ഇനിയിപ്പോ ചാമ്പ്യൻസ് ലീഗ് നിങ്ങൾ കളിക്കണമെങ്കിൽ മാറുന്നാളി. അടിച്ചു പറഞ്ഞേ. ക്ലബ് വേൾഡ് കപ്പ് അത്ര എന്താ പുച്ഛം. എനിക്ക് പുച്ഛം തന്നെയാണ് അത്. എനിക്ക് പുച്ഛണ്ടാവും. ഞാനത് കാണാൻ തന്നെ ഇരിക്കുന്നിട്ടില്ല ആ സാധനം. എനിക്ക് അതേ ഇഷ്ടമായില്ല. യൂസിൽ ഞാൻ കാണാൻ കണ്ടു. പിന്നെ യൂസിൽ ഞാൻ PSG ഞാൻ അതല്ല, യുണൈറ്റഡ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ കാണൂല. യുണൈറ്റഡ് വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ കാണൂല. ചിലപ്പോ ഞാൻ പറഞ്ഞേക്കാം, ബ്രസീൽ ഫാനായ സമയത്ത് ബ്രസീലിന്റെ കളിയൊന്നും ഞാൻ എല്ലാം കാണും. ഞാൻ വേൾഡ് കപ്പിന് മാത്രമേ കാണുള്ളൂ. അതല്ല, യുണൈറ്റഡ് ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടെങ്കിൽ ക്ലബ് വേൾഡ് കപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് കാണൂലെന്ന് ചോദിച്ചു. മേ ബി ഞാൻ നിങ്ങൾ കണ്ടിന് കുറ്റപ്പെടുത്തിയല്ലോ. അല്ല, ഞാൻ പറയാം, ആ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ഫോർമാറ്റും അല്ലെങ്കിൽ ആ ഒരു ഫിക്ചറിന്റെ ഒരു രീതി അതൊന്നും എനിക്ക് അത്ര, ഒരു സൈഡ് ഫുൾ എല്ലാവരും നല്ല മൊത്തം അങ്ങ് വന്ന് അതിന്റെ ഒരു ഇതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ഓട്ടോമാറ്റിക് വന്നല്ലേ വന്നാണ്, പക്ഷെ അതൊന്നും ഒരു ഇത് കിട്ടിയില്ല. ചാമ്പ്യൻസ് UCL ഒരു കുമ്പൊന്നും അതിന് കിട്ടിയിട്ടില്ല മാത്രം. ഞങ്ങള് ഫ്രണ്ട്ലി ആണ് അതിന്റെ ഫൈനലിലെ ആൾക്കാർ അതിലേറെ ആളുണ്ടായിരുന്നാണ്. എങ്ങനെ യുണൈറ്റഡിന്റെ ഫ്രണ്ട്ലി ഉണ്ടല്ലോ അമേരിക്ക തന്നെ ഞങ്ങളെ പ്രീ സീസണേ. രണ്ടും സെയിം സ്ഥലത്ത് തന്നെ. അത് ഏത് കളിക്കാണ് എനിക്ക് തോന്നുന്നത്? മറ്റേ ഈ കളിക്കാണ് ബ്രസീലിന്റെ ടീമിന്റെ കളിക്കാണ്. ലോക്കൽ ടീമുകൾ കളിണ്ടാവും, ഏതേ കുറെ ലോക്കൽ ടീമുകൾ കളിക്കുന്നുണ്ടാവില്ല, അതിനും എല്ലാ ആൾക്കാരുണ്ടാവില്ല. അല്ലല്ല, ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിനെക്കാട്ടും കൂടുതൽ ആള് യുണൈറ്റഡും പിന്നെ ഏതോ ഒരു പ്രീ സീസൺ ഏത് ടീമാണ് ഓർമ്മല്ല, വെസ്റ്റ് ഹാം ആണോ ജിബർമത്താണോ, അതിൽക്കാട്ടും ആള് വന്നു ഫൈനലിനെക്കാട്ടും. അത് ഞാൻ പറഞ്ഞു സെയിം അമേരിക്ക തന്നെ ആയിരുന്നു. ഫാബ്രിജ് അവലൊക്കെ അതൊക്കെ ടീമിൽ ഇത് വന്നായിരുന്നു. ആള് വന്നിട്ട് കാര്യമില്ല, വേറെ കാര്യം കളി എന്താണ് നമ്മള്. യെസ് ലീഡ്സ് നല്ല കളിയാണ്, നല്ല പാസിംഗ് ഗെയിം ഇടാ.
നല്ല കളിയല്ലേ ലീഡ്സ്? എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ യുണൈറ്റഡ് അന്ന് ഞാൻ പറഞ്ഞില്ല, അത് കണ്ട് ഫസ്റ്റത്തെ പ്രീ സീസൺ അതായിരുന്നു ഞാൻ കാണായിരുന്നു. എനിക്ക് എൻ്റെ എല്ലാ ഒരു പുതിയ സീസൺ നമുക്കൊരു പോസിറ്റീവ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി. പക്ഷെ പിന്നെ വെസ്റ്റ് ഹാമും ബേൺമൗത്ത് കണ്ടപ്പോഴാണ് എനിക്കൊരു കുറച്ചൊരു ആശ്വാസം വന്നത്. എവർട്ടണും ഡ്യൂസ്ബറി ഹാളിൽ വേണ്ട. ഏത് ഡ്യൂസ്ബറി ഹാളിന് എടുക്കണില്ല എന്ന് പറയാം. ഞാൻ എടുക്കുന്നുണ്ട്, ഇന്ത്യയുണ്ട്. ഏ ഞാൻ എന്തായാലും അവിടെ വെച്ചിക്കണം. അത് വേണ്ടെങ്കിൽ അപ്പൊ ഡൗൺ ചെയ്യാം, അത്രേ ഉള്ളൂ. അങ്ങനെ കരുതുന്നു. ഹാളിൽ എന്തായാലും വെക്കുന്നുണ്ട്. മലക് സാറല്ലേ ഇതിന്റെ നല്ല പപ്പേ മറ്റർ സാറല്ലേ മലക് സാർ? മലക് സാർ വേറെ, മറ്റാർ സാർ. ഉം, മലക് ഉം. സാർ പഴയ കളിച്ചതാണ്. പപ്പേ മറ്റർ സാർ. നിഷുണ്ട് പി എം സാർ അറിയില്ല അതാരെ. പി എം പപ്പയും ഗഫൂറാ. മറ്റാർ സാർ. പപ്പേ ബട്ട്ലർ സാർ. നമ്പർ 10 കളിക്കുന്ന പറയണപ്പോ. അങ്ങനെയായിരുന്നു പ്രീ സീസണിൽ മാഡിസിന് പരിക്കേറ്റപ്പോ 1-2 കളി 4-3-1 കളിക്കുമ്പോൾ നമ്പർ 10 തന്നെ ആയിരുന്നു. കേട്ടെ. എസ് വരികയാണെങ്കിൽ അതുവരെ ഓർഡർ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ 5 മില്യൺ കിട്ടിയാല് പോയിന്റ്, ഇല്ലെങ്കിൽ പോട്ടെ നിൽക്കണം. ഇലവൻസ് അല്ലേ ഈ റോജേഴ്സിന് വേണ്ടി നല്ല. എല്ലാരും എന്താ റോജേഴ്സിനാണ് കാണുന്നത്. ഇലവൻസ് പെനാൽറ്റി എടുക്കും, കുഴപ്പമില്ലാത്ത ഡിഫൻസീവ് പോയിന്റ് അതും തരും. ആര് ഇലവൻസ് പോയിന്റിന്റെ കളി എല്ലാവർക്കും മനസ്സിലായില്ല. അത് കുറച്ച് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളു. അതിനാണ് പറഞ്ഞ ഡാറ്റ നോക്ക്. അങ്ങനെ ഇലവൻസ് അല്ല നല്ലത് റോജേഴ്സിനായിട്ടും. ഇലവൻസ് ഒപ്പിക്കാൻ പറ്റുമോ കേട്ടെ. പ്രൈസ് വൈസ് വെക്കലാ. ആ സാറിന് പറ്റി ഇലവൻസ് ആക്കാൻ പറ്റുമോ കേട്ടെ. ടെലിവൻസ് എത്ര 6.5? എന്താണ് അവന്റെ പെനാൽറ്റി എടുക്കുന്ന ഉറപ്പാ? ഉറപ്പില്ല. അതാണ് ആസ്റ്റൺ വില്ലയില് ഓലൊക്കെ തന്നെ എടുത്തിന്, ടെലിവൻസ് എടുത്തിന്, മഗ്ഗിന് എടുത്തിന്, വാട്കിൻസിന്. പിന്നെ ബല വന്നപ്പോ മാറിനു റാഷ്ഫോർഡും വാട്കിൻസ് അസൻസിയോ. ഇനിയിപ്പോ നറുക്ക് വീഴുന്നത് ആർക്കാണെന്ന് അറിയില്ല. കണ്ടറിയണല്ലേ. വാട്കിൻസ് ആയാലും വാട്കിൻസിലൊന്നും അത്ര എന്തില്ല, പെനാൽറ്റി ഒരു ഇതില്ല. അവൻ ഇടക്ക് മിസ്സാക്കുക അങ്ങനത്തെ ടൈപ്പ് ഇതാണ് അവൻ. അതുകൊണ്ട് ചിലപ്പോ സ്റ്റാർട്ടിങ് അവന് കൊടുത്ത് മിസ്സാക്കിയ പിന്നെയും ബാക്ക് ടു ടെലിമെൻസ് ഒക്കെ വരും. അല്ലെങ്കിൽ ടെലിമെൻസ് സ്റ്റാർട്ട് ചെയ്യും. ടെലിമെൻസ് മിസ്സാക്കി കേട്ടോ കഴിഞ്ഞ ദിവസമുള്ള ഏതോന്ന് 2-2 ഇലവൻസ് 6 മില്യൺ. 6 ഏതാ ഇവിടെ എന്താ കിറ്റൊക്കെ ഏതാ കളർ? മഞ്ഞയും പൊളി സാധനം. ലിവർപൂൾ അല്ല ഇഷ്ടം. ലിവർപൂളിന്റെ രസം എന്താ വെച്ചാൽ ക്ലാസിക് ആണ്. ചെൽസിന്റെ ഫസ്റ്റ് കിറ്റ് രസമുണ്ട്. നമ്മളെ സാധാ ബ്ലൂ വേൾഡ് കപ്പ് അടിച്ചു. ഇപ്പൊ ജിമ്മിനുണ്ടാവല്ലേ വേൾഡ് ചാമ്പ്യൻസിന്റെ ഇതുണ്ടാവല്ലേ. നമുക്ക് 4 കൊല്ലം സാധ്യത ഗോൾഡൻ ചെസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഏത് അല്ല ഞങ്ങള് 4 കൊല്ലം വേൾഡ് ചാമ്പ്യൻസിന്റെ ജയിച്ചിട്ടാണ് കളിക്കാറ്. അത് വെച്ചണ്ടേ, അത് നല്ലതാണ്. എപ്പോഴായാലും ഉണ്ടാവല്ലോ, തോൽക്കുമ്പോഴും ഉണ്ടാവല്ലോ നെഞ്ഞത്ത്. ശരിയാണ്. ഭവന ഫോർവേഡ് ബോവന് ഫുൾ കറക്കും. 2 ഫോർവേഡ് അപ്പൊ 3-5-2 അല്ല 3-4-2. 3-5-2 ഞാനിവിടെ നോക്കിയപ്പോ 4-4-2 കണ്ടു. പിന്നെ 4-2-3-1 കളിക്കുമ്പോൾ വിങ് ആയിട്ടും ബോവന് എങ്ങനെ ഒരു കളിക്കാന്നല്ല. 3-5-2 അല്ലേ വരിക? 3-5-2 അതെ 3-5-2. സോറി 4-4-2 അല്ല 3-5-2. ബോവനും ഫുൾക്കർക്കും ഒരുമിച്ച് അങ്ങനെ. ഫുൾക്കർക്കോ? ഫുൾക്കർക്ക് കൊടുന്നു വന്നു. വെസ്റ്റ് ഹാമിന്റെ ഇതല്ലേ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നീന്. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളൂ, ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പരിക്കറ്റില്ല, പിന്നെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പരിക്കറ്റി പിന്നെ പോകുമ്പോട്ടെ, പിന്നെ വന്നപ്പോഴും പോയിന്റ് ഇല്ല. അങ്ങനെയല്ലേ അപ്പൊ എന്റെ ഹാളില്ല, സാലയാണ് ആരതില് എന്റെ. അതെന്തേ? അല്ല ആളുടെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരെണ്ണ വെക്കുക ചെയ്യും. ഞാൻ വെച്ചു പറഞ്ഞിട്ടില്ലേ, ഫോർമേഷൻ പറഞ്ഞു കൊടുത്തല്ലോ അവനെ. അല്ല പിന്നെ 2 പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞാ ഫുൾക്കർക്കും ബോവനാണ് ഫ്രണ്ടിൽ വെസ്റ്റ് ഹാം കളിക്കാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വെസ്റ്റ് ഹാമിന്റെ ഫോർമേഷൻ ചോദിച്ചപ്പോളേ
വാൻ ബിസാക്കിയും ഉം. അതേപോലെ ഡിയോഫും വിങ് ബാക്ക് ആയിട്ട് വരും. പക്കറ്റ് വന്നിക്കണം. അപ്പൊ പെനാൽറ്റി ഞാനാവൂല്ലേ? അങ്ങനെയുണ്ടല്ലേ? പക്കേറ്റ് നല്ല നല്ല പിക്കാണ്. ആ, ഓന് അത് ശരിയാണ്. സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് ഒരു മറ്റേ ഓവൻ എടുത്താൽ. കംബാക്ക് ഒക്കെ ഉണ്ടാവും, മറ്റേ പിന്നെ ബാൻഡ് കംബാക്ക് ഒക്കെ ഉണ്ടാവും. അവരൊക്കെ എത്ര? അപ്പൊ പക്കറ്റക്ക് പൈസ 5.5 ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാറിന് പറ്റി ഓനായിക്കൂടെ? പറ്റായില്ല. പക്കറ്റ് ഓപ്ഷനാണ്. മടിജുബൻ വാങ്ങിക്കോ. ഗ്രാനൈറ്റ് സാക്ക. അതാണ്. ഡിഫൻസീവ്. പക്ഷെ ഫ്രീ കിക്ക് ഉണ്ടാകുന്ന പ്രീ സീസണിൽ റെഡ് അടിച്ചിട്ട് മോനെ. അത് ഫ്രീ കിക്കിനൊക്കെ നോക്കി വാങ്ങാറുണ്ട്. പക്കറ്റ് അങ്ങനെ കാറ് വേണ്ട. ഇല്ലുണ്ട്. ഫസ്റ്റ് കളിക്ക് ഗോൾ അടിക്കുമ്പോ ഇങ്ങനെ ഫസ്റ്റ് കളിക്ക് അങ്ങനെ ഗോൾ അടിച്ചത് ഇങ്ങനെ ആലോചിക്കും. ഞാൻ പറഞ്ഞപ്പോ കേട്ടാ മതി. ആലേക്കുണ്ട്. പക്കറ്റ് കാറ് ഇല്ലുണ്ട്, ആറില്ല. 6 ഉണ്ടല്ലോ, എന്നാ പിന്നെ വേണ്ട. സ്ഥലമില്ല. ചില ഒപ്പിക്കേണ്ടി വരും. നോക്കട്ടെ. ഗ്രീലിഷ് ആടോ ഈ സീസൺ. ഞാൻ പറയാം, ഞാനിപ്പോ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഒക്കെ മൈൻഡിൽ വെച്ചിട്ടുള്ള ഒരു ടീമാണ് ആക്കിയിരിക്കണത്. ഞാൻ അയിമൊക്കെ ചിന്തിച്ചിട്ടില്ല, നമുക്ക് അതിനെ കുറിച്ച് അറിയാത്തോണ്ടേ. അതൊന്നും അറിയണമെന്നില്ല. അതായത് 10 മേലെ വന്ന 2 പോയിന്റ് കിട്ടും. അതുകൊണ്ട് ഇപ്രാവശ്യം ഡിഫൻസ് ഡിഫൻഡേഴ്സിന് 10 മേലെ കോൺട്രിബ്യൂഷൻ, എല്ലാ കോൺട്രിബ്യൂഷനും ടാക്ലിംഗ്, അതെ. റിക്കവറി, ആ പിന്നെ ഗോൾ ചാൻസിനുള്ള ബോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. മറ്റേതെന്താ വെച്ചാൽ നമ്മളെപ്പോഴും വിങ് ബാക്കിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് അങ്ങനത്തെ എല്ലാം എടുക്കുക. ഇപ്പൊ സെന്റർ ബാക്കിന് എടുത്താലും ഒരു ക്ലീൻ ഷീറ്റ് പോയാലും ഈ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 പോയിന്റ് വരെ കിട്ടുമല്ലോ. മിഡ്ഫീൽഡേഴ്സിനും അറ്റാക്കേഴ്സിനും ഉണ്ട്. അവർക്ക് 12 കോൺട്രിബ്യൂഷൻ വേണം. അതെ. പിന്നെന്താ ഡിഫൻസിന് വെച്ചാൽ എത്ര? 10 ഒന്നോ ഡിഫൻസിന് 10 ഡിഫൻഡേഴ്സിന് 10, ഫനോ ശ്രദ്ധിക്കട്ടെ അത്. ഡിഫൻഡേഴ്സിന് ഞാൻ 10, പറഞ്ഞത്. മിഡ്ഫീൽഡേഴ്സ് അറ്റാക്കേഴ്സിന് 12, ഗോൾ കീപ്പേഴ്സിന് എന്താ ഇൻസൈഡ് ബോക്സ് സേവിന് കുറച്ച് കൂടിക്കണം ബോണസ് പോയിന്റ്സ്. നിഷോ ഇജ്ജ് ഭക്ഷണം കഴിക്കാൻ പോയ നേരത്തിന്റെ ടീം ഇട്ട് കൊടുത്തിനിയോ? നെട്ടിയോ? ആളുണ്ട്, സ്ഥല ഒക്കെ കണ്ട് നെട്ടിക്കണോല്. എനിക്ക് പക്കേറ്റ് വന്നിട്ടോ ടീമിക്ക്. പക്കേറ്റ് വന്നു. പക്കേറ്റ് വന്നോ? ആരും വാങ്ങാത്ത സാധനമൊക്കെ വാങ്ങിച്ചു. ഡിഫറൻഷ്യലോട് ഡിഫറൻഷ്യൽ. നിഷോ ഓൻ പക്കറ്റ് ആയപ്പോ ഞാൻ ലാർസനെ ഒഴിവാക്കിട്ട് ഫുൾ കറക്കാക്കി. അപ്പൊ ഒരു പോയിന്റ് 5 കൂടി കിട്ടിയില്ലേ? ഞാൻ ഫുൾ കറക്കിനാക്കി. അപ്പൊ പോയിന്റ് 5 കിട്ടി. അത് വെച്ചിട്ട് ഞാൻ വേറൊരാൾ കൊടുത്തു മിഡില്. മറ്റേ മിഡ് ഇത്തിരി ഒന്ന് വീക്കിനു. എന്റെ മിഡ് മാത്രല്ല, എന്റെ ഡിഫൻസ് നല്ല ഷോക്കാണ്. ഡിഫൻസ് ഒക്കെ സെറ്റാണ്. സോറി, മിഡിലല്ലേ, ഡിഫൻസില് ഒരു 4.5 മറ്റേ അങ്ങനത്തെ വൺസ അങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ ഞാൻ പോയ ഗ്യാപ്പിൽ കാണിച്ചു കൊടുത്ത സ്ക്രീൻ ഷെയർ ചെയ്ത് അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് 5-10 ഒരു 5 മിനിറ്റ് കണ്ടുണ്ടാവൂലേ. വാങ്ങിയിട്ടുള്ളൂ. നല്ല ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ടാവും. 4 ഇല്ലാടല്ലേ. 4 വലിയ ഡിഫൻഡേഴ്സ് ഉണ്ട്. കേട്ടില്ല. അതെ, നമ്മള് പണ്ടായിട്ട് ഒരു വലിയ ടീമിനെതിരെ വരുമ്പോൾ നമ്മള് ക്ലീൻ ഷീറ്റ് പോകുന്നതിൽ ബെഞ്ചിലിട്ട്. ഇപ്രാവശ്യം അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. അവർക്ക് കോൺട്രിബ്യൂഷൻ വരും. അറ്റാക്ക് മറ്റേ ടീം അറ്റാക്ക് ചെയ്യുമ്പോ 2 പോയിന്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ടീമിനെ ഇങ്ങനെ ഡിഫൻസ് ഇട്ടത്. എല്ലാവരും അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് പോയിന്റ് വരില്ല. ക്ലീൻ ഷീറ്റിൽ 4 വരെ കിട്ടുമല്ലോ. അതെ, നിഷാദെ മാത്തമാറ്റിക്കലി നോക്ക്. ഞാൻ എന്റെ കണക്ക് ടീച്ചറെ വിളിച്ചു. എന്ത് പറഞ്ഞു? ആരെയും എന്റെ കണക്ക് മാഷം എന്ന് പറഞ്ഞ ജയശ്രീ മിസ്. നന്നാവും. ചാത്തുണ്ണി മാഷല്ലോ, മറ്റേ ഇയാളല്ലോ, ചാക്കോ മാഷല്ലോ. ജംസില് എന്നെ പഠിപ്പിച്ച ടീച്ചറാ. അതിനെ അയച്ചു കൊടുത്തു ഞാൻ. എന്ത് പറഞ്ഞു? കണക്ക് ശരിയാണ് പറഞ്ഞോ? ഇത് മറ്റൊരുക്ക് ആകുമ്പോ 6 കിട്ടും, നമുക്ക് 4 വരെ ആവറേജ് കിട്ടുന്നതാണ്. അപ്പൊ വാല്യൂ വെച്ച് നോക്കുമ്പോ ഇതാണെന്ന് പറഞ്ഞു. ഇതല്ലേന്ന് പറഞ്ഞു അല്ലേ? ഫ്രിപ്പോങ് 2 ഗോളും 500 ഒരു അസിസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോഴേ ആക്കണ മാറിക്കോളൂ കേട്ടോ. 3 ബെസ്റ്റാമത്തെ പ്ലേയേഴ്സാ ഇപ്പൊ. എന്തിനാണത്? ഇന്ത്യയില് 2 ഉണ്ട്. 3 ആക്കി. പക്കറ്റ് എടുത്തോളൂ. നിസാര് പക്കറ്റ് ഇന്നലെ മുതലേ അവന്റെ പിന്നാലെ എടുക്കുന്ന പക്കറ്റ് എടുത്തോ കേൾക്കുന്നില്ല. ചെയ്യാ പക്കറ്റിനൊന്നും വെറുതെടുക്കണ്ട. പെനാൽറ്റി ടേക്കറാണ്. പെനാൽറ്റി ടേക്കർ നല്ല കാര്യം മറന്നിന്. ഇപ്പൊ അതിൽ മറന്നിന്. ഇപ്പൊ എടുത്തതാണ് എന്റെ കണ്ടപ്പോ. ഒഴിവാക്കട്ടെ.
ഞാൻ ലാർസിനെ ഒഴിവാക്കി ഫുൾ കർക്കിനെ എടുത്ത് എന്താ വെച്ചാൽ എനിക്ക് 0.5 ഇവിടെ സേവ് ചെയ്യാം. എനിക്ക് സേവ് ചെയ്യാനൊന്നും അപ്പൊ ആ, ഏ എനിക്ക് സേവ് ചെയ്യൊന്നും വേണ്ട. അല്ല എന്റെ അല്ല എന്റെ നമ്മള് 4 പ്രീമിയം ആകുമ്പോളേ അപ്പൊ 0.5 ഞാൻ നേരെ എടുത്തിട്ട് ഡിഫൻസിലിട്ട് ഒന്നെങ്കിൽ കൊൻസാക്കാം അല്ലെങ്കിൽ വേറെ ആരും വെക്കാം. അല്ലെങ്കിൽ വേണ്ട 4.5ന്റെ അന്റെ ഒരു കിങ് അവിടെ ഇരിക്കണില്ലേ ഫനിയോ? ഇനി അത് വേണേ 5ന്റെ സാറോ അരിയിലാക്കാലോ. അതിനെ പറ്റി ചിന്തിക്കട്ടെ ഇടക്കിടക്ക്. കിങ്ങിനെ മറക്കല്ലേ. അത് നിങ്ങൾക്ക് പറയാം, കിങ്ങിന്റെ ഡേവിഡ് കിങ് ഉണ്ട് പറയാം. അതിന് വേണ്ടി മാത്രം ഫൺ, ജസ്റ്റ് ഫൺ. നോക്കി കണ്ടു വെച്ചോ. കിങ് എങ്ങനെ ഫസ്റ്റത്തെ കളി ഒരു ഗോൾ അടിച്ചാ അപ്പൊ നിക്കും. ഒരു വീക്ക് കൊണ്ട് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകില്ല. ഞാൻ ഇവിടെ ഇപ്പൊ മൈൻഡ് വളരെ അതാണ് എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞത് 38 ഫൈനലാണ് എനിക്ക്. ഞാൻ രാവിലെ വരെ എനിക്ക് ഗെയിം വീക്ക് 1 പോലും ഫൈനലാ. സലാ, പാമർ, റിച്ച്, മർമോഷ്, റോജേഴ്സ്, ജോപെട്രോ, ഗോയ്ക്രസ്, വാൻഡവൻ, ഡോർഗു, വാൻബിസാക്കെ. എന്ത് ടീമാടാ, ചിരി വരുന്നുണ്ട് കേട്ടിട്ട്. അല്ല ഫുൾക്കർക്കൊന്നും വേണ്ട, പോയി കൊടുത്താ ഫുൾക്കർക്കിനെ എടുത്തോ. സണ്ടർലാൻഡിനെതിരെ പോട്ടറിനെ എനിക്ക് അറിയില്ല, എനിക്ക് അറിയണല്ലോ. പോട്ടറിന്റെ മുത്താണ്, അതാണ്. ഞാനത് കണ്ടിട്ടാണ്. കഴിഞ്ഞ സീസണിന്റെ വലിയ ഇമ്പാക്ട് ഇല്ലാത്ത എന്താ വെച്ചാൽ വന്ന സീസണാ. ഇപ്പൊ പ്രീ സീസൺ ഫുള്ള് കിട്ടിക്കണോ. നല്ല യുണൈറ്റഡിനെതിരായിരുന്നു, നല്ല കളിയായിരുന്നു, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കളിക്കുന്നുണ്ട്. വെസ്റ്റ് ഹാം പോലെ അലോൻസോ മറ്റെന്തായാലും കീപ്പർ പേരെന്തേനോ അൽഫോൻസോ അരിയോള. ഓൻ മണ്ടത്തരം കാണിച്ച് 2 എണ്ണം. ഒന്ന് ബ്രൂണോന്റെ കോബി മൈനിന്റെ കാര്യമൊക്കെ എടുത്ത് ബ്രൂണോ കൊടുത്ത് അങ്ങനെ ഒന്ന് അടിച്ച് എന്നാ പറയും വേണ്ട. ബ്രൈറ്റന്റെ പണ്ടത്തെ കളിയൊക്കെ അറിഞ്ഞു ഇവര്. ബ്രൈറ്റന്റെ കോച്ചപ്പ ഇവര് ഗ്രാം പോട്ടർ ചെൽസിയിലൊക്കെ വന്നിട്ട് ചെയ്യണോ. ഇതൊന്നും നോക്കണില്ല നിഷാദെ. ചോദിച്ചൊക്കെ ടീം സെറ്റ് ചെയ്താല് ചാറ്റ് ജിപിടി സെറ്റ് ചെയ്ത് കണ്ടതൊക്കെ അടപടലം മൂഞ്ചി. സംഭവിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞിരിക്കുക. നോക്ക ആരൊക്കെ കോച്ച്, ആരൊക്കെ അടിക്കുക, അറ്റാക്കിങ് ആരൊക്കെ അറ്റാക്കിങ്, ഡിഫൻസീവ് ടാക്ടിക്സ് കോച്ച് ആരൊക്കെ നോക്കേ. നോക്കട്ടെ. 1.5 മാസം നോക്കിയിട്ട് ഇപ്പൊ പറയാതെ ഒരു ഗെയിം വീക്കിൽ എല്ലാം കഴിട്ട് നിർത്താതെ പിന്നെ വേറെ വൈൽഡ് അടിക്കാതെ. അത് ഞാൻ ഓനോട് പറഞ്ഞു, ഗെയിം വീക്ക് 2 അല്ലെങ്കിൽ 3 വൈൽഡ് അടിക്കും, അടുപ്പിച്ചിരിക്കും. ജോർജീന ഉണ്ടടാ മിഡില്. അതല്ല എന്നോട് ജോർജിനോ സേ ഹായ്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ബായ്. അതാ നമ്മക്ക് അറിയണ്ടേ. നിഷാദ ഇനി എനിക്ക് കൊള്ളിക്ക. ഫുൾ കർക്കിനെ എടുത്തോണ്ട് എനിക്ക് മറ്റോ മാറ്റിയാൽ മതി. അതുകൊണ്ട് മിഡിൽ പോയി കൊള്ളിക്കാതെ. നല്ലതാ. കൊള്ളിക്കന്നെ. സണ്ടർലാൻഡ് എന്താ കളി നോക്കട്ടെ. ടീമില്ല സണ്ടർലാൻഡും ബേൺലിയും ലീഡ്സും. ഒരു സണ്ടർലാൻഡ് ഏതോ ടീം ആരോ ബേൺലി അല്ല ഔട്ട് ആവില്ലാതെ ചാൻസ് പ്രഡിക്ട് ചെയ്യണത്, റെലഗേറ്റ് ആവില്ലെന്ന് പ്രഡിക്ട് ചെയ്യണത്. അടിങ്കാരനെ വാങ്ങിക്കടാ. അടിങ്കാരൻ മുതലാ. മിട്ടാമനെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് റൊട്ടറിനെ വാങ്ങിക്കോ. സ്ട്രൈക്കറെ കളിക്കുക. വെൽബക്ക് ഉണ്ടല്ലോ. ഇനിയിപ്പോ വെൽബക്ക് വരികയാണെങ്കിൽ തന്നെ മിട്ടോമല്ല റൊട്ടർ ഒന്ന് മിഡ്ക്ക് കുറച്ച് ബാക്ക് ഇറങ്ങുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ജോർജീനിയോ പറഞ്ഞാലോ അവനല്ലേ റൊട്ടർ. അതെ അതെ. ഇത് നോക്കിയോ? ഓക്കെ, സെറ്റ്. അപ്പൊ ഫുൾ കർക്കും കയറി, റൊട്ടറും കയറി. പോഡ്കാസ്റ്റ് കൊണ്ട് മെച്ചുണ്ട് ഇങ്ങനത്തെ. ഞാനിപ്പോ ലാർസിനെ പിടിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് 2 അഡ്വാൻറ്റേജ് കിട്ടി. റൊട്ടറും കയറി, ഫുൾ കർക്കും കയറി. 2 സ്ട്രൈക്കർമാരെ കയറണേ ചില്ലറ കാര്യ. ഇല്ലല്ല, വലിയ കാര്യമാണ്.
അല്ലടാ ഇപ്പോഴത്തെ ഒരു കോൺഫിഡൻസ് ഇതുവരെ ഞാൻ ഒരു 50-50 മൈൻഡിലായിരുന്നു. പ്ലാന് ബിക്ക് പോകേണ്ടി വരുമോ മാറ്റേണ്ടി വരുമോ എന്നൊക്കെ നിൽക്കുന്നു. അല്ല റുട്ടർ അല്ല പെനാൽറ്റി ടേക്കർ അതില്. അതും ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നും പറ പെനാൽറ്റി ചിലപ്പോ ഒന്ന് വരും. വെൽബാക്ക് അല്ലെങ്കിൽ ഓനേക്കാൾ എടുക്കുക. ബലേബ ഉണ്ടോ? ബലേബയൊക്കെ മിഡല്ലേ മിൻഡല്ലേ എന്റെ വിങ്. ഞാൻ അവിടെ പക്കറ്റൻ എടുത്താ വെച്ചിരിക്കണേ. ആരാ ബക്കറ്റിന് എടുത്തപ്പോ? ആശയാണോ? ഞാന് അതാ ഈ ഫാദർ ഇതെന്തിനാ ഓരോന്ന് പോച്ചൊക്കെ എടുത്തപ്പോ ഇനിയിപ്പോ എല്ലാവരും ബക്കറ്റായി. അവിടെ ജോർജ് റുട്ടറത്തെ. ഇന്ത്യയില് ഞാൻ ഇന്ത്യയില് റൂട്ടറും ഫുൾ കർക്കുമാണ്. ബക്കറ്റും ഫുൾ കർക്ക് കൂടി നടക്കൂല. പിന്നെ ഞാൻ ഒരു ചേഞ്ച് ചെയ്തു. ഗൂക്കറസിനെ വാട്കിൻസ് ആക്കി മാറ്റി. റോജേഴ്സിനെ സെമ്നിയോ ആക്കി മാറ്റി. സീനാട്ടോ സെമ്നിയോ. ഇവനെ ഇത് ഇത്രയും 1.5 മാസം ചർച്ച ചെയ്തിട്ട് ഈ സെമ്നിയോന്റെ പേരുന്നോ ഇന്നിപ്പോ ഈ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഈ പേരൊക്കെ പറയണേ. അതാണ് ലാസ്റ്റ് ഹാരിന്റെ മാരിയാണ് ഫനിയോ. ഇവന് ഈ 1.5 മാസം യാതൊരു പ്ലാൻ വെറുതെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് നീക്കി കളിച്ചെന്നുള്ളൂ. ഈ സെമ്നിയോന്റെ പേരൊന്നും ഈ 1 മാസമായിട്ട് പറയട്ടെ അല്ല ഇന്നപ്പ പറയണേ. പ്ലാനിങ് ഇല്ലായ്മയുടെ ലക്ഷണമാണ് കാണുന്നത്. ഫസ്റ്റ് റോജേഴ്സ് കളിച്ചു ആരെന്ത് കൊണ്ടുവരണ എപ്പോ കൊണ്ടൊന്നുമില്ല. ഇപ്പൊ ഒരു ഫസ്റ്റ് വീക്കിൽ അങ്ങ് സെറ്റ്. ഇനി അടുത്ത വീക്കിൽ ഇത് പോരാ. പോയിന്റ് എങ്ങനെ ഉണ്ടെങ്കിൽ ഓനങ്ങ് നിർത്തും. ഇല്ലെങ്കിൽ ഒരു 30-40 നിന്ന് കഴിഞ്ഞാൽ വേൾഡ് ടീം അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാ ഞാനൊക്കെ ഉണ്ടല്ലോ ബെഞ്ച് ബൂസ്റ്റ് എപ്പെടണം, ട്രിപ്പിൾ ക്യാപ്റ്റൻ എപ്പെടണം ഒക്കെ ബെഞ്ച് ബൂസ്റ്റ് അടിച്ചു. മോനോ അടിക്കാൻ പറ്റുമോ ഗ്രൂപ്പിലാ? ഓൻ പേഴ്സണൽ അയച്ചു. ഓന എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിനോടൊക്കെ എന്നോട് ചോദിച്ചിന് ക്ഷീണം പറ്റിയിട്ടുണ്ട്. അതേ കയറപ്പോ എന്നോട് ഏജന്റ് മാറ്റി. ഞാൻ വെറുതെ അതുണ്ട്. നമ്മള് ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് ഓൽക്ക് ആ സീസൺ മോശമായി കഴിഞ്ഞാൽ ഓരോ ഏജന്റിന് മാറ്റും. അതെ. അതിലോ കുഡൂസ് വേണോ വേണ്ടേ? കുഡൂസൊന്നും വേണ്ട. കുഡൂസൊക്കെ റൊട്ടേഷൻ റിസ്ക് വരാനുള്ള പ്ലെയർ അല്ലേ എന്ത് റൊട്ടേഷൻ റിസ്ക് കുഡൂസിന്? കുഡൂസിന് വരും. ഇനി കുളുസോസ്കി വരാണ്ട്, ജോൺസൺ ഉണ്ട്. എസ് വന്നാല് ഒക്കെ അവിടെ എല്ലാവരും കളിക്കുക. ക്ലീൻ ഷീറ്റാ അല്ലേ? 3-0. ഇത് ആദ്യം നടന്നക്കണോന്നുണ്ട് പ്രീമിയർ ലീഗ്. ലിവർപൂൾ അടിക്കൂല വാങ്ങൂല. ഓല പ്രത്യേകത അതാ, അടിക്കൂല വാങ്ങൂല. അതൊക്കെ അടിക്കും. ഞാൻ എടുത്തേക്കണത് സെൽസിനെ സാഞ്ചസിനെ കീപ്പറാക്കി. ഞാൻ ഒരാളെടുത്തിന് ഓരോ കോച്ചിന്റെ പത്രസമ്മേളനം കണ്ടപ്പോ ഓനെന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഓനെ ഒഴിവാക്കി. പക്ഷെ ഞാൻ അത് നോക്കിയപ്പോ ആറടുത്തും പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പ്ലേയേഴ്സിന് വാങ്ങാൻ വേണ്ടി ബോർഡിനെ അറിയിക്കാൻ വേണ്ടി പറയണതാണ്, അല്ലാതെ ടീമിനൊന്നും കുഴപ്പമില്ല. അറിയാം, ടാക്ടിക്സ് ആണ്. വെറുതെ പറയാം. ഞാൻ ഓല ഹച്ചിൻസ് വന്നിക്കണ അയലങ്കക്ക് പകരമായിട്ട് വന്നേക്കറിഞ്ഞവിടെ. നല്ല പ്ലെയറാണ്. നല്ല പ്ലെയറാ. ഹച്ചിൻസ് നല്ല പ്ലെയറാ. നല്ല പ്ലെയറാ. ചെൽസി ഡിഫൻസ് ആണോ 2 നോട്ടിംഗ്ഹാം ഡിഫൻസ് ആണോ? ഏത്? 2 ചെൽസി ഡിഫൻസ് ആണോ 2 നോട്ടിംഗ്ഹാം ഡിഫൻസ് ആണോ? രണ്ടിന്റെ പരിപാടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഫുള്ള് രണ്ടാണ്. ഒന്ന് കുക്കുറേല കൊണ്ടുവരും, പിന്നെ ആരെ കൊണ്ടുവരും? ഒന്നും പറയില്ല. ഗോയ്ക്കറസ് വേണ്ട. ടോസിൻ ഓനൊരു വീക്കിന് എന്തും നടക്കേ. ടോസ് എന്തായാലും ഒരു വീക്ക് കളിക്കും. ടോസിന് ഒരു വീക്ക് ഒന്നല്ലോ, കുറച്ച് സമയം എന്തായാലും കളിക്കുവാനേ. ഒരു
ഉണ്ടോ? അപ്പൊ ഫാനി ചാവ്യം കളിച്ചാലോ? കളിച്ചാ പിന്നെ പറങ്ങൂല, അത്രേ ഉള്ളൂ. കളിക്കില്ലല്ലോ. അപ്പൊ സബ്ബും പറങ്ങൂല. ഇറങ്ങുന്നില്ലല്ലോ. ഫാനി ചില പറഞ്ഞ പറങ്ങൂല, അത്ര തന്നെ. ആ വേറെ പ്രശ്നമില്ല. സാഞ്ചസിനെ കളിപ്പിച്ചാ പോരെ? സാഞ്ചസിനെ വാങ്ങും കീപ്പർ. 2 ഡിഫൻസ് അല്ലേ? കെല്ലർ സേസ് ഹായ്. കെല്ലറാണ്ടില് നിന്റെ ഒക്കെ കെല്ലർ അല്ലടാ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഹായോ ബായോ? എല്ലാ ഹായ് തന്നെ പറഞ്ഞു. കാരണം എന്താ വെച്ചാല് ബ്രെൻഫോർഡ് ടീം പോരാ ശരി, അറ്റാക്കിങ്ങില് വിസ ബെമ്പ, പക്ഷെ ഒരു ഡിഫൻസീവ് ആരും പോയിട്ടില്ല. ഓലോടെ സെറ്റാണ്. വരൂല്ലേ? പോയിന്റ് അങ്ങ് വരുവേ. അത് കേറും. കളിയാട്ടെ, കിട്ട് കാണാം. അതെ. 2 ഡോട്ടിക വേണോ 2 ചെൽസി വേണോ? മൂഞ്ചോ മൂഞ്ചിന് മൂഞ്ചുമ്പോ 2 മൂഞ്ചും, കിട്ടുമ്പോ 2 കിട്ടും. അങ്ങനെയൊക്കെ വരിക. അതിപ്പോ ഇജ്ജ് പറഞ്ഞല്ലോ. തന്നെ. 1, 2 പാലത്ത് ഏതൊക്കെ ഉള്ള സ്ഥിതിക്ക് ആഴ്സണലിനെതിരെ ഗോയിക്രസ് അടിക്കും എന്താ? ആഴ്സണലിനെതിരെ എങ്ങനെ അടിക്കുക? അടിക്കാൻ ചാൻസ് യുണൈറ്റഡിനെതിരെ അടിക്കൂല്ലേ? 2 ടീമും അടിക്കും. 1-1 അല്ലെങ്കിൽ 2-1 സ്കോർ. അങ്ങനെയാണ് ഞാൻ ഹാപ്പിയാണ്. അത് 2-1 തോൽക്കണേ. അപ്പൊ വലിയ ഹാപ്പി ഒന്നും ഉണ്ടാവില്ല. അത് ഞാൻ പറയില്ല. തോറ്റ ഞാൻ ഹാപ്പി ആവില്ല. വലിയ സ്കോറിംഗ് ഒന്നും വരും തോന്നുന്നില്ല. പിന്നെ ചെറിയ ആഴ്സണൽ അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോൾ യുണൈറ്റഡിനും കുറച്ച് ചാൻസ് ഒക്കെ വരും എന്നുള്ള, ബിഗ് ടീമിനെതിരെ സ്പേസ് കിട്ടുന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. ബിഗ് ടീമിനെതിരെ എപ്പോഴും ഇങ്ങനെ കളിക്കലുണ്ട്, ഗോൾ അടിക്കലുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഗോൾ അടിച്ചാൽ ചാൻസ് കിട്ടലുണ്ട്. മറ്റേ ടീമിന്റെ മാതിരിയല്ല. ആ ചാൻസ് മുതലാക്കിയാൽ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഓടുന്ന യന്ത്രത്തിനെ വാങ്ങിക്കോ. വാങ്ങിയില്ലേ? ടെസ്കോ എയറിൽ മാത്രമേ ഉള്ളൂ, നിലത്ത് കൂടെ അല്ലേ? അതില് ഫുൾ കർഗിനെ കൊടുക്കല്ലേ? ഫുൾ കർഗിനെ കൊടുക്കണ്ട. ഫുൾ കർഗും ഡിയോഫും മതി. കാരണം അതിന് ഡിയോഫ് അല്ലെങ്കിൽ ആൻപിച്ചാക്കാം, 2 മതിയെന്ന്. വെക്കേറ്റിന്റെ സ്ഥാനത്ത് റോട്ടറിനെ കളിപ്പിക്കാം. ഞാൻ ചിലപ്പോ മർമോസിന് റേഞ്ചേഴ്സിനെയും കളിപ്പിക്കും. ഈ 2 ആളിന്റെ ചിന്തയില് റേഞ്ചേഴ്സും ഒക്കെ മർമോസിന്റെ ചിന്തയിലേ വന്നില്ല. എനിക്കറിയാം.